ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു ഹിന്ദി ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ എക്സാമിന് ചോദിക്കാവുന്ന ഗ്രാമർ ക്വസ്റ്റ്യൻസ് നോക്കാം. 11 साल का लड़का जा रहा था. ഈ സെൻറ്റൻസിൽ ക എങ്ങനെയാണ് വന്നത്? ലഡ്ക എന്നുള്ളത് പുല്ലിംഗ ഏകവചനമാണ്, അതുകൊണ്ടാണ് ഈ സെൻറ്റൻസിൽ ക വന്നത്. ബേല കെ പാവ് അബി ഭി കാമ്പ് രഹേ ഹേ. പാവ് എന്നുള്ളത് പുല്ലിംഗ ബഹുവചന ശബ്ദം, അതുകൊണ്ട് ഇവിടെ കെ വന്നു. സ്യാഹി കി ബോത്തൽ അഭി അഭി കാലി ഹോഗി ഹേ. ബോത്തൽ സ്ത്രീലിംഗ ശബ്ദമാണ്, അതുകൊണ്ട് കി. പാനി കി ബൂന്തിയും അട്കി ഹുയി ഥി. ബൂന്തിയും സ്ത്രീലിംഗ ശബ്ദമായതുകൊണ്ടാണ് ഇവിടെ കി വന്നത്. ഇവിടെ ലഗിൻ്റെ പ്രയോഗമാണ്. ലഗ് എന്ന് വെച്ചാൽ തുടങ്ങി എന്നാണ്. ലോഗ് ചില്ലാനെ ലഗേ. ഇവിടെ ലോഗ് എന്നുള്ളത് ബഹുജന ശബ്ദമായതുകൊണ്ടാണ് ലഗേ ചേർത്തത്. കഹിം സെ കുച്ച് ലോഗ് മ്യാവ് മ്യാവ് കി ആവാസ് നിക്കാൽനെ ലഗേ. ലോഗ് എന്നുള്ളത് ബഹുവചനമായതുകൊണ്ട് ലഗേ ചേർത്തു. നിക്കാൽനെ ലഗേ. വഹുസെ സ്റ്റേജ് പർ ഭേജ്നെ കി ജിദ് കർനെ ലഗ. വഹ എന്നുള്ളത് ഏകവചനമായതുകൊണ്ട് ലഗ, കർനെ ലഗ. മാനേജർ एक रुमाल लेकर आया और पैसे बैठोरने लगा. മാനേജർ ഏകവചന ശബ്ദമായതുകൊണ്ട് ലഗ. വെർബ് എപ്പോഴും വെർബിനോടൊപ്പം നേ ചേർക്കണം. ചില്ലാനെ, നിക്കാൽനെ, കർനെ, ബെട്ടോർനെ. മീര പഠിനെ ലഗി. മീര എന്ന് പറയുന്ന സ്ത്രീലിംഗ ശബ്ദമാണ്, അതുകൊണ്ടാണ് ലഗി ചേർത്തത്. പഠിനെ ലഗി. ഗോപാൽ പഠിനെ ലഗ. ഗോപാൽ പുല്ലിംഗം ആയതുകൊണ്ടാണ് ലഗ വന്നത്. വേ കാം കർണി ലഗി. വേ ശബ്ദം ബഹുവചനം, അതുകൊണ്ട് ലഗി ചേർത്തു. ഹം ലഗിനി ലഗി. ഹം എന്നുള്ളത് ബഹുവചന ശബ്ദമാണ്, അതാണ് വെർബിനോടൊപ്പം ലഗി വന്നത്. വഹ് സോച്ചിനി ലഗ. വഹ എന്നുള്ളത് സിംഗുലറാണ്, ഏകവചനമാണ്, അതുകൊണ്ടാണ് ലഗ ചേർത്തത്. ക്രിയയോടൊപ്പം നീ ചേർക്കണം. പഠിനെ, കർണി, ലിഖിനി, സോച്ച്നി. കാക്കെ കി. ഇവ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് അറിയണ്ടേ? ഗോപാൽ കഭായി ഛാത്ര ഹേ. ഭായി എന്നുള്ളത് പുല്ലിംഗ ഏകവചനമായതുകൊണ്ടാണ് ഇവിടെ കാ ചേർത്തത്. ഗോപാൽ കി ബഹൻ ഡോക്ടർ ഹേ. ഇവിടെ ബഹൻ എന്നുള്ള ശബ്ദം സ്ത്രീലിംഗ ശബ്ദമായതുകൊണ്ടാണ് കി ചേർത്തത്. ഗോപാൽ കി പിതാജി കിസാൻ ഹേ. പിതാജി എന്നുള്ളത് റെസ്പെക്റ്റോട് കൂടി നമ്മൾ കെയിലാണ് എഴുതേണ്ടത്. ഗോപാൽ കി മാം അധ്യാപിക ഹേ. മാം എന്നുള്ള സ്ത്രീലിംഗ ശബ്ദമായതുകൊണ്ട് കി ചേർത്തു. എക്സാമിന് ചോദിക്കാവുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ്. സർവനാം ക സംയുക്ത രൂപ്. സംയുക്ത രൂപത്തിൽ നിന്നും സർവനാം എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? സർവനാമിൻ്റെ സംയുക്ത രൂപങ്ങളാണ് ഉസ്ക, ഉസ്മി, ഉസ്കെ, ഉസ്നെ, ഉസ്കോ. ഇത് ഏത് സർവനാം ചേരുമ്പോഴാണ് വരുന്നത്? വഹ് ആണ് ഇതിൻ്റെ സർവനാം. വഹ് പ്ലസ് ക, ഉസ്ക. വഹ് പ്ലസ് മീം, ഉസ്മീം. വഹ് പ്ലസ് കി, ഉസ്കി. വഹ് പ്ലസ് ने, उसने. वह प्लस को, उसको. इसका, इसकी, इसने, इस पर. സർവനാമിൻ്റെ സംയുക്ത രൂപമാണ്. ഇതിൻ്റെ സർവനാം യഹാണ്. യഹ് പ്ലസ് ക, ഇസ്ക. യഹ് പ്ലസ് കി, ഇസ്കി. യഹ് പ്ലസ് നെ, ഇസ്നെ. യഹ് പ്ലസ് पर, इस पर. മേനെ, മുച്ചെ, മേരെ, മേരി, മേര. ഇതിൻ്റെ സർവനാം മെയിമാണ്. മെയിം പ്ലസ് നെ, മേനെ. മെയിം പ്ലസ് കോ, മുച്ചെ. മെയിം പ്ലസ് കെ, മേരെ. മെയിം പ്ലസ് കി, മേരി. മെയിം പ്ലസ് ക, മേര. ഉൻക, ഉൻകെ, ഉൻകോ, ഉന്മേ. ഇതിൻ്റെ സർവനാം വേയാണ്. വേ പ്ലസ് ക, ഉൻ. വേ പ്ലസ് കെ, ഉൻകെ. വേ പ്ലസ് കോ, ഉൻകോ. വേ പ്ലസ് മെയിം, ഉന്മേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇൻക, ഇൻകെ, ഇൻമേം, ഇൻകോ. ഈ സംയുക്ത രൂപത്തിൻ്റെ സർവനാം ശബ്ദം എയാണ്. ए प्लस का, इनका. ए प्लस के, इनके. ए प्लस मीम, इनमें. ए प्लस को, इनको. तेरा, तेरे, तेरी, तुझे. ഈ സംയുക്ത രൂപത്തിൻ്റെ സർവനാം ശബ്ദം തു ആണ്. തു പ്ലസ് ക, തേര. തു പ്ലസ് കെ, തേരെ. തു പ്ലസ് കി, തേരി. തു പ്ലസ് കോ, തുച്ഛേ. എക്സാമിന് ചോദിക്കാവുന്ന ഗ്രാമർ പോർഷനാണ് ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നന്നായി പഠിക്കുക.